നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവരുടെ മുഴുവൻ മെറ്റീരിയൽസും ചെക്ക് ചെയ്തിട്ട് മതി ബാക്കി പേയ്മെന്റ് കൊടുക്കാൻ. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണാൻ പറ. എന്താ പച്ചി? അത് തന്നെ ഞാനും ചോദിക്കുന്നേ. ദിനേശനെ പല കാര്യങ്ങളിൽ നിന്നും ഞാൻ ഒഴിവാക്കി നിർത്തിയിരിക്കല്ലേ. ദിനേശന് ഇവിടെ എന്ത് റോളാ ഉള്ളത്? മനസ്സിലായില്ല. എന്നെ ഒഴിവാക്കി നിർത്താൻ കവിതയ്ക്ക് എന്ത് കാര്യമെന്നാ സഞ്ജു ചോദിച്ചത്? ജോലിയിലുള്ള ദിനേശന്റെ പിടിപ്പുകേട് മാത്രമല്ല, ഈ കമ്പനിയുമായി സഹകരിച്ചു പോകുന്നവർക്ക് ദിനേശൻ ഒരു ഉപദ്രവമായി മാറിയിരിക്കുക. ദിനേശനെ ഒഴിവാക്കാനുള്ള കാരണം അതാ. ആർക്കാണ്? ഗൗതത്തിനാണോ അതോ പോൾസൺ ഏജൻസിക്കോ എന്നോട് സഹകരിക്കാൻ കഴിയാത്തത്? എനിക്ക് നിങ്ങളോട് മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല. സഞ്ജു, ദിനേശനെ വീണ്ടും ഇവിടെ കയറ്റിയിരുത്താനാ ശ്രമമെങ്കിൽ അത് നടക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. അത് തീരുമാനിക്കേണ്ടത് അപ്പച്ചിയല്ല, കമ്പനിയുടെ MD ആയ ഞാനാ. അപ്പച്ചിക്ക് ഞാൻ ഈ കമ്പനി വിട്ടു തരുകയാണെങ്കിൽ അപ്പൊ അങ്ങനെ പല തീരുമാനങ്ങളും എടുക്കാം. എന്നാ ഇപ്പൊ അത് വേണ്ട. എന്റെ തീരുമാനമേ ഇവിടെ നടക്കൂ. ദിനേശനെ നിനക്ക് ചുമക്കേണ്ടി വരുന്നതിന്റെ കാരണം എന്താണെന്നൊക്കെ എനിക്കറിയാം. ദിനേശൻ അങ്കിളിനും അപ്പച്ചിക്ക് ഇവിടെ തുല്യ സ്ഥാനമാണ്. കാവേരി അപ്പച്ചിയുടെ ഹസ്ബൻഡാ ദിനേശൻ അങ്കിൾ, അല്ലാതെ വഴിപോക്കനൊന്നും അല്ല. ദിനേശനെ നിനക്ക് കൂടെ നിർത്തിയേ പറ്റൂ. കാരണം ഇയാൾ നിനക്ക് വേണ്ടി പല വൃത്തികേടുകൾക്കും കൂട്ടു നിൽക്കുന്നുണ്ട്. അതിന് പ്രത്യുപകാരം നിനക്ക് ചെയ്തല്ലേ പറ്റൂ. മൈൻഡ് യുവർ വേർഡ്സ്. വാക്കുകൾ പ്രയോഗിക്കുമ്പോ അതിന് കുറച്ച് അന്തസ്സ് കൂടി പാലിക്കണം. അപ്പച്ചി എന്നൊരു സ്ഥാനം തന്ന് നിങ്ങൾ പറയുന്നതെല്ലാം ക്ഷമിച്ചും സഹിച്ചും നിന്നപ്പോ എന്റെ അഭിമാനത്തെ തൊട്ട് കളിക്കുന്നോ? എന്നെ ഭരിക്കാനുള്ള അധികാരമൊന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. നീ എന്നെ നോവിച്ചാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതൊക്കെ അപ്പച്ചിയുടെ വെറും തോന്നൽ മാത്രമാ. കുറച്ച് ദിവസങ്ങളായി തുടങ്ങിയതാ ഈ അസുഖം. ഇനിയും ഞാനത് സഹിക്കുമെന്ന് കരുതണ്ട. ഇനി ഒരു തവണ കൂടി എന്നെ ഭരിക്കാൻ വന്നേക്കരുത്. അപ്പച്ചെന്ന സ്ഥാനമൊക്കെ ഞാനങ്ങ് മറക്കും. ഇതിത്തിരി കുറഞ്ഞു പോയെന്നേ ഞാൻ പറയും. ഗൗതം കൊടുത്ത വിവരം വെച്ച് നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമമാ ചീറ്റിപ്പോയത്. ഗൗതത്തിനെ ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ അയാളെ ഇപ്പൊ പിരിച്ചുവിടുന്നത് നന്നല്ല. കവിത അമ്മുവിന്റെ ഭർത്താവ് ആരാണെന്നറിയാൻ അമ്മുവിന്റെ നാട്ടിലേക്ക് അയച്ചത് അവളുടെ വിശ്വസ്തനായ PA ഗൗതമിനെയാ. വേറെ തെളിവൊന്നും ഇല്ലെങ്കിലും പിരിച്ചുവിട്ട അയാൾ ഈ ഓഫീസിന് മുഴുവൻ അത് പാട്ടാക്കും. അങ്കിളിപ്പ ചെല്ല്. ഇനി ഒരു കാര്യത്തിനും ഒരിക്കലും അപ്പച്ചിയോട് ഒരു കോംപ്രമൈസിന് നിന്ന് കൊടുക്കരുത്. ചാഞ്ഞു കൊടുത്താ ഓടിക്കേറാൻ എളുപ്പമാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.